കോഴിക്കോട് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ യുവാവ് പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശി നസീം ഖാനാണ് കസബ പോലീസിന്റെ പിടിയിലായത്. പോലീസ് നിയന്ത്രണത്തിലുള്ള ക്ഷേത്രത്തിൽ ഉൾപ്പെടെ പ്രതി മോഷണം നടത്തിയിരുന്നു. കോഴിക്കോട് മുതലക്കുളത്തെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ മാസം 10-ന് രാത്രിയാണ് മോഷണം നടന്നത്. തൊട്ടടുത്ത ദിവസം പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാർ ഭണ്ഡാരങ്ങളില്ലെന്ന് കണ്ടതോടെ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പരിശോധനയ്ക്കിടെ ക്ഷേത്രത്തിന് സമീപത്തെ ഓടയിൽ നിന്ന് ഭണ്ഡാരങ്ങൾ കണ്ടെടുത്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് 2 ക്ഷേത്രങ്ങളിൽ കൂടി മോഷണം നടന്നത്. പുതിയറ കാളൂർ ദേവി ക്ഷേത്രത്തിലും തളി വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിലും ഇതേ മോഷ്ടാവെത്തി ഭണ്ഡാരങ്ങളിൽ നിന്ന് പണം കവർന്നു. അപ്പോൾ ഈ CCTV ദൃശ്യം അദ്ദേഹത്തെ കാണിക്കുകയും ആ കടകളിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി പെക്യുലാരിറ്റീസ്, ബാക്കി നടക്കുന്ന രീതി ഒക്കെ നമുക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 12 മണിക്ക് ശേഷം ജൂബിലി ഹാളിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ആക്സിഡൻ്റലി വന്ന് പെട്ടതാണ്. കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് ജൂബിലി ഹാളിന് സമീപത്ത് വെച്ചാണ് പ്രതി മഹാരാഷ്ട്ര സ്വദേശി നസീം ഖാനെ കസബ പോലീസ് പിടികൂടിയത്. ഇയാൾ മോഷണത്തിന് ഉപയോഗിക്കുന്ന സൈക്കിളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു. നസീം ഖാന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 കോഴിക്കോട്.